ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണോ നല്ലത് അതോ മാനുവൽ AC കൺട്രോൾ ആണോ നല്ലത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ളൊരു സംശയമാണ് ഇത് രണ്ടും വലിയ എന്തോ ഡിഫറൻസ് ഉണ്ടെന്ന്. ശരിക്കും അത്ര വലിയ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു തവണ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് മാനുവൽ ACയുടെ കൺട്രോൾസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. മാനുവൽ AC വരുന്ന വാഹനത്തിന് 3 കൺട്രോൾസ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ ബ്ലോവർ ഫാൻ്റെ സ്പീഡ്, അത് 4 അല്ലെങ്കിൽ 5 സ്പീഡ് വരെ വരുന്ന മോഡൽസ് അവൈലബിൾ ആണ്. രണ്ടാമത് വരുന്ന ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ AC ടെമ്പറേച്ചർ എത്ര ഔട്ട്പുട്ട് കിട്ടണമെന്നുള്ളതിൽ ഒരു ബ്ലൂ, വൈറ്റ്, റെഡ്, മിക്ക വാഹനത്തിന് ഈ 3 കളേഴ്സ് ആയിരിക്കും. ചില വാഹനത്തിന് വ്യത്യാസം വരാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ നോബ് എന്ന് പറഞ്ഞാൽ AC പൊസിഷൻ നോബാണ്. അതായത് ACയുടെ എയർ ഫ്ലോ വരുന്ന പൊസിഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത്, നമ്മുടെ കാലിലോട്ട് വരണോ, ഫേസിലോട്ട് വരണോ, വിൻഷീൽഡിലോട്ട് വരണോ, ഏതൊരു പൊസിഷനിലോട്ട് കൺട്രോൾ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു 3 നോബാണ് മാനുവൽ AC വരുന്ന വാഹനത്തിൽ വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന വാഹനത്തിലാണെങ്കിലോ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നോബുകൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്വിച്ചസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നോബ് വരും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇപ്പം ടോഗിൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം. നോബ് വരുന്നുണ്ട്. അപ്പോൾ ആ നോബിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഒന്ന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ബ്ലോവർ സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC എന്ന് പറയുന്നത് ജസ്റ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് ഫാൻ്റെ സ്പീഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ചെറിയ കാര്യമാണെന്ന് വെച്ചാൽ അല്ല. വാഹനത്തിൻ്റെ ക്യാബിനകത്ത് ഒരു ടെമ്പറേച്ചർ സെൻസർ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ക്യാബിൻ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് AC-യിൽ നമ്മൾ കൊടുക്കുന്ന സെൻസർ, അല്ലെ AC-യിൽ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്, അതായത് ഇപ്പം ഞാൻ എൻ്റെ വാഹനത്തിൽ ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിനകത്ത് ക്യാബിനിൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്യാബിനകം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 22 ഞാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന 22 ആകാൻ വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ എയർ കണ്ടീഷൻ ഫുൾ ബ്ലോവർ സ്പീഡ്, അതായത് ബ്ലോവർ സ്പീഡ് ഫുള്ള് ഇട്ടതിന് ശേഷം വാഹനത്തിനകം ഫുള്ള് തണുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് കൂടെ പറഞ്ഞാൽ, നെഗറ്റീവ് അല്ല, ഓട്ടോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്ലോവർ സ്പീഡ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലോവർ സ്പീഡ് ഒന്ന് മാറ്റിയാൽ ഓട്ടോ എന്ന് പറയുന്ന ഫംഗ്ഷൻ കട്ടാവും. ഇതെല്ലാം നമ്മൾ മാനുവലായിട്ടായിരിക്കും ചെയ്യുന്നത്. എല്ലാ വാഹനത്തിനും ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പം വരുന്ന പല വാഹനത്തിലും 2 ഡ്യുവൽ സോണൊക്കെ വരുന്നുണ്ട്. അതായത് ഡ്യുവൽ സോൺ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൽ തന്നെ 2 AC വരുന്നുണ്ട്, അല്ലെങ്കിൽ 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും, 3 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ വാഹനങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ 2-3 വാഹനത്തിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ, മാനുവലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓട്ടോയിൽ വരുന്ന സമയത്ത് സ്വിച്ചസ് തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഓട്ടോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ടെമ്പറേച്ചർ, അതായത് നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഓട്ടോയിൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൃത്യം 26 ഡിഗ്രി സെൽഷ്യസ് അവിടെ കാണിക്കും. മാനുവൽ അത് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇഷ്ടത്തിനുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം, നമുക്ക് ഈ ടെമ്പറേച്ചർ ഓക്കെ ആണോ എന്നുള്ളത്. പക്ഷേ അതേ സ്ഥാനത്ത് ഓട്ടോ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വെച്ച് ഇൻസൈഡ് ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഓട്ടോ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ. പക്ഷേ മാനുവൽ ഓട്ടോ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ചുകൂടെ കൂടുതൽ പാർട്സ് അവിടെ വരുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് ഷട്ടർ ഇലക്ട്രിക്കലായിട്ടുള്ള ഡിവൈസസ് ആണ്. നമ്മുടെ ഹീറ്റ് ആൻഡ് കോൾഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് അവിടെ ഒരു മോട്ടർ യൂസ് ചെയ്താണ് ഷട്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് അല്ല, പൈസ കൂടുതലാവുന്ന അനുസരിച്ച് പാർട്സുകളും കൂടുതൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കമ്പാരിറ്റീവ്ലി ഇത് രണ്ടിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞാൻ പറയും മാനുവൽ തന്നെയായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടത്തിനുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഫാൻ്റെ സ്പീഡ് എപ്പോഴും നമ്മളൊരു മിനിമം ലെവലിൽ ഇട്ട് കഴിഞ്ഞാൽ അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്.